അവർ എത്രമാത്രമാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സെപ്പറേഷനിൽ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളിൽ കൂടുതൽ പേരും സെപ്പറേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് ആങ്ഷ്യസ് ആണ്, വളരെ ദുഃഖിതയായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ വളരെ ദുഃഖിതനായിട്ട് കാണപ്പെടുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ പേർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി ഒരു പേഴ്സൺ ആയിരിക്കാം, മേ ബി ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്റ്റോം വാർണിംഗ് ആണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ഒപ്പോസിഷൻസ് മറ്റ് വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒരു തരത്തിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി എങ്കിൽ പോലും, ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും ഒരു പ്രതീക്ഷയോട് കൂടി, വളരെ സങ്കടത്തോടു കൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. വളരെ സ്റ്റക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തിക്ക് എന്താണ് ലൈഫിൽ ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ പോലും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അത്രമാത്രം ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഒപ്പോസിഷൻ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് വരാനായിട്ട് ആ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കാണുന്നുണ്ട്. വളരെ അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല എത്രമാത്രം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന്. ഒരു തരത്തിലും ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രമാത്രം സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് കാണുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാനും അങ്ങനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകാനും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം. അത് വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെ ഒരു എനർജി കിട്ടുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് പേർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലവും ആയിരിക്കാം. എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആയിരുന്നാൽ കൂടിയും അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നത്, അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്നത് നിങ്ങളെയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ക്യൂനായിട്ട്, അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടാണ് അവരുടെ മനസ്സിൽ അവർ സങ്കല്പിച്ചിട്ടുള്ളത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് പോലും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ആഴം അവർ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു സാഹചര്യമാണെങ്കിലും അതിനെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. യെസ്, തീർച്ചയായിട്ടും അവർ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആത്മാവ് കൊണ്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മനസ്സാലെ അവരെപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് ഓടി അണയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ്, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. എങ്കിൽ കൂടിയും വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളോടുള്ള പ്രണയം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. മേ ബി അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തവണ്ണം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ എന്ന് ഇവിടെ കാണുന്നു. ഓക്കെ. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് വരണം എന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ജെനുവിനായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അവർ എപ്പോഴും ആ ഒരു അബൻഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. തീർച്ചയായിട്ടും ആ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ആൻഡ് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ പേർക്കും അവരുടെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്ന് കാണുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിനോടും പൊരുത്തപ്പെട്ട് അവർ മുന്നോട്ട് വരാനായിട്ടും ഒരു പുതിയ തുടക്കത്തിനും വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഓക്കെ, ട്രസ്റ്റ്. നിങ്ങൾക്കിടയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറുന്നതായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും, അതായത് മറ്റ് വ്യക്തികൾ ചിലപ്പോൾ എതിർത്തിരുന്നൊരു സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ അതിലെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാവും. അത്രമാത്രം ഒരു ബ്രൈറ്റ്നെസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സിറ്റുവേഷനിലുള്ള ആ നെഗറ്റിവിറ്റീസ് എല്ലാം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിലെ ട്രസ്റ്റ് ചെയ്യുക. ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. ഡെഫിനറ്റ്ലി ഈ പേഴ്സണെ നിങ്ങളോട് ഒരുപാട് ആത്മബന്ധമുണ്ട്. അത്രമാത്രം സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിങ്സ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ? വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നു. ഐ വിഷ് ടു സർപ്രൈസ് യു. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അവർ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ ഉള്ളൊരു ചാൻസസ് ഉണ്ടാവാം. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു മീറ്റിങ്ങിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഐ മിസ് യു. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലെറ്റർ കെ, എസ്, നമ്പർ 10, 12 ആൻഡ് ടി ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളെ കാണാണ്ടിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ പിക്ചർ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ഐ വോണ്ട് യു ടു ബി ഹാപ്പി. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെൽവിഷർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇത്. ഓക്കെ, ആൻഡ് വിൽ യു വെയിറ്റ് ഫോർ മീ? ഓക്കെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാമോ എന്ന് ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നു. ആൻഡ് ഫൈനലി ഐ നീഡ് സ്പേസ്. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ടൈം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. അവർ നിങ്ങളെ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ,